അവരെ യഥാർത്ഥത്തിൽ അള്ളാഹു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മഹാദുരന്തത്തിനായി, ഒരു കൂട്ടം നശീകരണത്തിന് വേണ്ടി പടച്ചതമ്പുരാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ നശിപ്പിക്കുമ്പോൾ, പടച്ചതമ്പുരാൻ ഒരു സമൂഹത്തിനെതിരെ നടപടിയെടുക്കുമ്പോൾ, ആ നടപടിയെടുക്കുന്നതിന് മുമ്പായി എന്തുകൊണ്ടവർക്കെതിരിൽ നടപടി അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ വ്യക്തമായ ന്യായം ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ അള്ളാഹു ഒരു സമൂഹത്തിനെതിരിൽ നടപടിയെടുക്കില്ല. എവിടെ ജീവിച്ചാലും മാനവ സമൂഹത്തിന് ഭീഷണി മാത്രം ഉയർത്തുന്ന, ലോകത്തെ ഏറ്റവും അപകടകാരികളായ വൃത്തികെട്ട ജന്മങ്ങളായി പ്രവാചകന്മാരെ വകവരുത്തിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശാപം പേറിയ ളുരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന വബാഉ ബിഗളബിൻ മിനല്ലാഹ്, അവർക്ക് എവിടെയും അപമാനമായിരുന്നു. ഇപ്പോൾ ആരാൻ്റെ ഊരയിൽ ചാരി ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാക്കി ജീവിക്കുന്നത് വരെ അവർക്ക് അപമാനം മാത്രമായിരുന്നു. അള്ളാഹു അന്ന് 15 നൂറ്റാണ്ട് മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞ, അള്ളാഹു കൽപ്പിച്ചു കൊടുത്ത ആ അധമത്വം പേറി ളുരിബത്ത് അലൈഹിമു ദില്ല, അപമാനം, വൽ മസ്കന, പതിത്വം പേറി, വബാഉ ബിഗളബിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപവും പേറി അവർ ജീവിച്ചു. എന്നിട്ട് അള്ളാഹു തആല പറയുകയുണ്ടായി, അവരെപ്പോഴെങ്കിലും ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ഇല്ലാ ബിഹബ്ലിൻ മിനല്ലാഹി വഹബ്ലിൻ മിനന്നാസ്, അള്ളാഹു ചിലപ്പോൾ അവരുടെ നേരെ ഒന്ന് കണ്ണടയ്ക്കും. അപ്പോൾ മാത്രമേ അവർക്ക് അല്പശാന്തമായ സ്വസ്ഥമായ നിലനിൽപ്പുള്ളൂ. ഇസ്ലാമിക സമൂഹങ്ങൾ അവരുടെ നേരെ കാണിച്ച ദാക്ഷിണ്യം പലപ്പോഴും തുർക്കി ഭരണാധികാരികളൊക്കെ അള്ളാഹു അവരുടെ നേരെ കണ്ണടച്ചതാണ്. ആ നാളുകളിൽ അവർ സ്വസ്ഥമായി ജീവിച്ചിട്ടുണ്ട്. അല്ലാതെ അവർക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അന്തസ്സോടെ ജീവിക്കാനാവില്ലെന്ന് അള്ളാഹു വ്യക്തമാക്കിയത് ഇന്നും കാണുകയാണ് നമ്മൾ. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അന്തസ്സോടെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പം തീർത്ത് കളയാന്നും പറഞ്ഞിറങ്ങിയിട്ട് അമേരിക്കയോട് കെഞ്ചുകയാണ്, കാഴ്ചക്കാരനായി നോക്കി നിൽക്കാതെ നേരിട്ട് യുദ്ധത്തിന് വായെന്ന് പറഞ്ഞ് കെഞ്ചുകയാ. അള്ള പറഞ്ഞു, ഇവൻ എന്തെങ്കിലും നിലനിൽപ്പുണ്ടാകണമെങ്കിൽ അവൻ്റെ നിലനിൽപ്പില്ലാ ബിഹബ്ലിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ദയാദാക്ഷിണ്യത്തിൻ്റെ ഒരു പിടികയറിലാണ്. ഔ ഹബ്ലിൻ മിനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾ വിട്ടുകൊടുക്കുന്ന പിടികയറിലാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പിന്തുണയിലല്ലാതെ ഈ ജൂത സമൂഹത്തിന് നിലനിൽപ്പില്ല. അമേരിക്കയില്ലെങ്കിൽ ഇസ്രയേൽ ഇല്ല. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും ക്രൂരന്മാരായ ഇസ്രായേൽ ഇറാൻ എന്ന മുസ്ലിം രാജ്യത്തിൻ്റെ മേൽ കടന്നാക്രമണം നടത്തിയതിനെ തുടർന്ന് ഉണ്ടായ യുദ്ധം ലോകത്തെ മുഴുവൻ സമാധാനകാംക്ഷികളെയും അങ്ങേയറ്റത്തെ വേദനയിലും നടുക്കത്തിലും ആഴ്ത്തിയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യഹൂദന്മാർ എക്കാലത്തും ക്രൂരന്മാരായിരുന്നു എന്നതിന് ലോകചരിത്രം സാക്ഷിയാണ്. കല്ലെ പിളർക്കുന്ന കൊടും ക്രൂരതകൾക്ക് കേൾവി പെറ്റ ക്രൂരതയുടെ പര്യായങ്ങളായ അവരുടെ ക്രൂരതകൾ ചരിത്രത്തിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് നമ്മൾ അറിയണം. ക്രൂരത അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്, അവരുടെ ജീവിതശൈലിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ജൂതന്മാരുടെ ക്രൂരത എന്തെങ്കിലും അവസാനിക്കും എന്ന് നാം ആരും വിചാരിക്കുന്നില്ല. അതിനിയും തുടരുക തന്നെ ചെയ്യുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അവർ കൂടുതൽ ക്രൂരന്മാരായിക്കൊണ്ടിരിക്കുകയാവുമുണ്ടാവുക എന്ന് നാം അറിയേണ്ടതുണ്ട്. ലോകത്തുണ്ടാകുന്ന ഇത്തരം സംഭവ വികാസങ്ങളിൽ നമ്മളെല്ലാവരും മനസ്സ് വേദനിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചിന്ത, പടച്ചവനെ, മുസ്ലിമീങ്ങളുടെ നേരെ ഇത്രയേറെ ക്രൂരതകളെല്ലാം ഈ ദുഷ്ടരാജ്യം കാട്ടിയിട്ടും അള്ളാഹുവെ, നീ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ മഹാധിക്കാരികളുടെ മേൽ നിൻ്റെ പിടിമുറുകാത്തത്? അവരെ നീ എന്താണ് വരുതിക്ക് നിർത്താത്തത് എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നതെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഓരോ വ്യക്തിയെയും ഓരോ സമൂഹത്തെയും അതുപോലെ ഓരോ സമുദായത്തെയും അവരുടെ ജീവിത സ്വഭാവങ്ങൾ പരീക്ഷിച്ചറിയാൻ വേണ്ടി അള്ളാഹു നൽകിയിരിക്കുന്ന ജീവിതാവസരങ്ങൾ ഓരോ സമൂഹത്തിനും അള്ളാഹു പൂർത്തിയാക്കി നൽകാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ കൈവയ്ക്കില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് അള്ളാഹു നൽകിയ അവസരം നൽകപ്പെട്ട അവസരം തന്നെയാണ്. ആ അവസരങ്ങളിലൂടെ അവർ കടന്നു പോവുക തന്നെ ചെയ്യും. ക്രൂരർക്ക് ക്രൂരരാകാനും
അതുപോലെ തന്നെ ധിക്കാരികൾക്ക് ധിക്കാരികളാകാനും, അതുപോലെ സമാധാന പ്രേമികൾക്ക് സമാധാനത്തിൻ്റെ വക്താക്കളാകാനും, നന്മയുള്ളവർക്ക് നന്മയുടെ ആളാകാനും, തിന്മയുടെ ആളുകൾക്ക് തിന്മയുടെ ആളാകാനും ആവോളം അവസരം വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് അള്ളാഹു ഈ പ്രപഞ്ചഘടനയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സൂറത്തുൽ ഫജ്റിലൂടെ പഠിച്ച പോലെ, അതുപോലെ തന്നെ പിന്നീട് സൂറത്തുൽ ബലദിലൂടെ നാം മനസ്സിലാക്കിയതുപോലെ, പക്ഷേ ലോകത്ത് ഈ ക്രൂരതയുടെ അധ്യായം എന്നും തുടരുമെന്ന് നാം കരുതരുത്. ഇതിനൊക്കെ ഒരു തീർപ്പുണ്ടാകും, ഇതിനൊരു പരിഹാരമുണ്ടാകും എന്ന കാര്യം നാം മനസ്സിലാക്കണം. ഇന്ന് ലോകത്ത് ഈ ലോക ഭീകരതയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ജൂത പിശാചുക്കൾ യഥാർത്ഥത്തിൽ അവരിന്ന് ഈ പൈശാചികതയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ പലരും തിരിച്ചു പോവുകയാണ് ജൂതരെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല എന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവരെ യഥാർത്ഥത്തിൽ അള്ളാഹു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മഹാദുരന്തത്തിനായി, ഒരു കൂട്ടം നശീകരണത്തിന് വേണ്ടി പടച്ചതമ്പുരാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ നശിപ്പിക്കുമ്പോൾ, പടച്ചതമ്പുരാൻ ഒരു സമൂഹത്തിനെതിരിൽ നടപടിയെടുക്കുമ്പോൾ, ആ നടപടിയെടുക്കുന്നതിന് മുമ്പായി എന്തുകൊണ്ടവർക്കെതിരിൽ ഈ നടപടി അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ വ്യക്തമായ ന്യായം ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ അള്ളാഹു ഒരു സമൂഹത്തിനെതിരിൽ നടപടിയെടുക്കില്ല. എന്തുകൊണ്ട് ഇവരോടിങ്ങനെ ഒരു സമൂഹത്തെ ഇസ്തിസാൽ ചെയ്യുമ്പോൾ, ഉന്മൂലനാശം വരുത്തുമ്പോൾ, എന്തുകൊണ്ടാണ് പടച്ചവൻ അങ്ങനെ ഒരു സമൂഹത്തോട് ഇങ്ങനെ ചെയ്തത് എന്ന് നാളെ ആർക്കും ചോദിക്കാനാവാത്ത വിധം അവരുടെ മേലുള്ള അള്ളാഹുവിൻ്റെ നടപടിയുടെ ന്യായം ചമയ്ക്കുകയാണല്ലാഹ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോക ഭൂപടത്തിൽ നിന്ന് ഈ ജൂത സമൂഹം സമ്പൂർണമായും സമൂലമായും തുടച്ചു നീക്കപ്പെടുന്ന ഒരു നാളുകൾ ആഗതമാണ്. ആ നാളുകളുടെ ആഗമനത്തിന് വേണ്ടിയാണ് ലോകാവസാനത്തിൻ്റെ പരിധി പോലും അള്ളാഹു നീട്ടിവെച്ചിരിക്കുന്നതെന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ലോക ചരിത്രത്തിൽ എല്ലാ നല്ലവരുടെ നേരും സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ജാതീയതയുടെ, വംശീയതയുടെ വക്താക്കളായി നിലയുറപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളുടെയും കടയ്ക്കൽ കത്തിവെച്ച, ലോകം ദർശിച്ച എല്ലാ നല്ല മനുഷ്യരെയും ഈ ലോകത്ത് വളരെ ക്രൂരമായ നിലയിൽ കൈകാര്യം ചെയ്ത പ്രവാചകന്മാരെ പോലും വകവരുത്തിയ ദുഷ്ട സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കണക്ക് തീർത്തിട്ടില്ല. ഒരുപാട് സമൂഹങ്ങളുടെ കണക്ക് തീർക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ. നമ്മൾ കണ്ടല്ലോ, ആദിം വ സമൂദ വ ഫിർഔന ദിൽ ഔതാദിൽ ലദീന തഗൗ ഫിൽ ബിലാദ്. പരിശുദ്ധ ഖുർആനിൽ പലപ്പോഴും എടുത്തു പറഞ്ഞ ക്രൂരതയുടെ പര്യായപദങ്ങളായ പല സമൂഹങ്ങളെയും അല്ലാഹു തആല കൂട്ട നശീകരണത്തിന് വിധേയമാക്കിയപ്പോൾ പ്രവാചകന്മാരെ വകവരുത്തിക്കൊണ്ട് ഈ ലോകത്ത് ഏറ്റവും വലിയ ക്രൂരത കാട്ടിയ പ്രവാചകന്മാരെ വകവരുത്തി എന്നുള്ളത് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നതോ മുസ്ലിമീങ്ങൾ അവകാശപ്പെടുന്നതോ മാത്രമല്ല. ഫബിമാ നഖളിഹിം മീസാഖഹും, അവർ വാഗ്ദത്ത ലംഘനത്തിൻ്റെ വക്താക്കളായിരുന്ന കാരണത്താലും, ബിഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖ്, പ്രവാചകന്മാരെ ഒരു കാരണവുമില്ലാതെ വകവരുത്തിയത് കൊണ്ടും, വഖാലു ഇന്നാ ഖത്തൽനൽ മസീഹ ഈസ ഇബ്നു മറിയം, മറിയമിൻ്റെ പുത്രനായ മസീഹിനെ ഞങ്ങൾ കൊന്നു എന്നവർ മേനി പറഞ്ഞതുകൊണ്ടും ഒക്കെയാണ് അള്ളാഹു അവരുടെ മേൽ ശാപം പതിപ്പിച്ചത്. അള്ളാഹു അവരുടെ മേൽ അവൻ്റെ വെറുപ്പ്, അതുപോലെ തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ മുഴുവനും അവരെ അള്ളാഹു പതിതരാക്കിയത്. യൂത സമൂഹത്തിൻ്റെ കഥ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ലോകത്തെ ഏറ്റവും ഉന്നതരായി വിരാജിച്ച ഒരു സമൂഹമാണ് അവർ. പരിശുദ്ധ ഖുർആൻ അവരെ അഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ അവരോട് വാത്സല്യത്തോടു കൂടിയാണ് അഭിസംബോധന. യാ ബനി ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഏ ബനു ഇസ്രായേല്യരെ, ഇസ്രായേൽ മക്കളെ, ഉദ്കുറൂ നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക, അല്ലത്തി അൻഅംതു അലൈക്കും, നിങ്ങൾക്ക് നാം ചെയ്ത അനുഗ്രഹങ്ങൾ, വന്നി ഫളൽതുകും അലൽ ആലമീൻ, ലോക ജനതയുടെ മേൽ നിങ്ങളെ നാം ഉത്കൃഷ്ടരാക്കിയ കാര്യവും നിങ്ങൾ ഓർക്കുക. അള്ളാഹ് പറയുന്നുണ്ട്, ലോക ജനതയ്ക്ക് മുകളിൽ അള്ളാഹു അവർക്ക് ഔത്കൃഷ്ട്യം നൽകി. ഇതൊക്കെ അള്ളാഹുവിന് എടുത്തു പറയാൻ യാതൊരു മടിയുമില്ല. പക്ഷേ നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളും പ്രിയങ്കരരുമാണ്, ഞങ്ങളെപ്പോലെ കൊള്ളാവുന്നവരാരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുടെ മക്കളായ, അള്ളാഹുടെ ഇഷ്ടക്കാരായ ഞങ്ങൾക്ക് നിയമവ്യവസ്ഥകൾ ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനും അവരുടെ കൊള്ളരുതായികൾക്കും എതിരിൽ സംസാരിച്ച പ്രവാചകന്മാരെ അവർ വകവരുത്തി. അങ്ങനെ
ഈസ നബിയെ അവർ കൊന്നു. ഈസ നബി അവർ കൊന്നു എന്ന് പറഞ്ഞാൽ കൊല്ലാൻ ശ്രമിച്ചു. അവരാവുന്നത്ര ശ്രമിച്ചു, അവർ കൊന്നു. പക്ഷേ അള്ളാഹു ഈസ നബിയെ അവൻ്റെ ഇടപെടലൂടെ ആകാശസീമകളിലേക്ക് ഉയർത്തി. ആ സമൂഹത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷാൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പുനരാഗമനത്തിൻ്റെ നാളുകൾ കാത്തുവച്ചേക്കുകയാണ്. അതുവരെയും ഈ ലോകത്തവരെ അള്ളാഹു നിലനിർത്തുക തന്നെ ചെയ്യും. ആ നിലനിർത്തി ലോകത്തിൻ്റെ പല കോണുകളിലായി ചെതറി പരന്നുപോയ ഈ ലോകത്ത് ഇത്രയും അധികം ദുരിത പർവ്വങ്ങൾ താണ്ടേണ്ടി വന്ന ഒരു ജനത വേറെയില്ല. ഡയസ്പൊറ എന്ന് പറയപ്പെടുന്ന അവരുടെ പ്രവാസ ജീവിതകാലം സ്വന്തം നാട് നഷ്ടപ്പെട്ട് 2000 വർഷങ്ങളോളം ലോകമാകെ അവരലഞ്ഞ് തിരിഞ്ഞു നടന്നു. ആർക്കും വേണ്ടാതെ അവരെപ്പോഴെങ്കിലും എവിടെയെങ്കിലും സുരക്ഷിതരായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിക ഭരണമുള്ളിടത്ത് മാത്രമാണെന്ന് സത്യസന്ധരായ ചരിത്രം ശത്രുക്കൾ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരേറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരാധ്യനായി അവർ വിശ്വസിക്കുന്ന ഈസ നബിയെ കൊലയ്ക്ക് കൊടുത്തതിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ശത്രു പട്ടികയിൽ ഇടം പിടിച്ച അവരെ ക്രൈസ്തവ ലോകം മുഴുവൻ യൂറോപ്പിലെങ്ങും അവരെ പൊറുക്കാൻ അനുവദിച്ചില്ല. ഇതൊക്കെ ആർക്കും നിഷേധിക്കാനാവാത്ത ചരിത്രമല്ലേ. സാക്ഷാൽ നെഞ്ചത്ത് എപ്പോഴും ഒരു കുരിശു തൂങ്ങുമായിരുന്ന മുറിബീശക്കാരനായ ജർമ്മനിയിലെ വംശീയവാദിയായ ഭീകര ക്രൈസ്തവൻ, ലോകം ദർശിച്ച ഏറ്റവും വലിയ ഭീകരനായ ക്രിസ്ത്യാനി, നെഞ്ചത്തുനിന്ന് കുരിശു മാറ്റാതിരുന്ന ക്രിസ്ത്യാനി, അവനല്ലേ അന്ന് ലോകത്താകെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെട്ട 80 ലക്ഷം ജൂതന്മാരിൽ 60 ലക്ഷത്തെയും ഗ്യാസ് ചെമ്പറിൽ ഇട്ട് ചുട്ട് തീർത്ത് കളഞ്ഞത് അല്ലേ? നമ്മളാരെങ്കിലും ആണോ? അല്ലല്ലോ. എന്തായിരുന്നു അതിൻ്റെ ന്യായം? കുറച്ച് പേരെ ബാക്കി വെച്ചിട്ട് അന്ന് അയാൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ആ കൊടും ക്രൂരതയെ നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ടല്ല. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ നാസിസവും അയാളുടെ വംശീയതയും ആര്യൻ വംശീയതയും ഇസ്ലാമിന് അന്യമാണ്. വംശീയതയാണ് ഈ ജൂത നസാറാക്കൾക്കെല്ലാം ഇസ്ലാമിനോടുള്ള മൂലവിരോധത്തിന് കാരണം തന്നെ. വംശീയതയ്ക്ക് നാം കൂട്ടുനിൽക്കുന്നില്ലെന്നുള്ളതാണ്. നമ്മൾ ഹിറ്റ്ലറിനോട് പൊറുക്കുകയില്ല, ഹിറ്റ്ലറിനെ നമ്മൾ നീതീകരിക്കുകയുമില്ല. പക്ഷെ അയാളൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇവരിൽ ചിലരെ കുറച്ച് പേരെ ബാക്കി വെച്ചത് എന്തിനെന്നറിയോ? മുഴുവൻ പേരെയും തീർക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല, എന്തിന് ഞാൻ ഇവരെ കൊന്നു എന്ന് നാളെ ചരിത്രം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഇവരെ കൊന്നതിൻ്റെ ന്യായം പറയാൻ ഒരു 10% ബാക്കിയുണ്ടാകണമെന്ന് അന്ന് ഹിറ്റ്ലർ പറഞ്ഞ വർത്തമാനമാണ്. ആ ന്യായം ഇന്ന് അവർ ലോകത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് ഈ ദുഷ്ടന്മാരെ ഹിറ്റ്ലർ ഇത്രയും ചുട്ടുകൊന്നതെന്ന്? അത്രയും എവിടെ ജീവിച്ചാലും മാനവ സമൂഹത്തിന് ഭീഷണി മാത്രം ഉയർത്തുന്ന ലോകത്തെ ഏറ്റവും അപകടകാരികളായ വൃത്തികെട്ട ജന്മങ്ങളായി പ്രവാചകന്മാരെ വകവരുത്തിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശാപം പേറിയ അവർക്ക് എവിടെയും അപമാനമായിരുന്നു. ഇപ്പോൾ ആരാൻ്റെ ഊരയിൽ ചാരി ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാക്കി ജീവിക്കുന്നത് വരെ അവർക്ക് അപമാനം മാത്രമായിരുന്നു. അള്ളാഹു അന്ന് 15 നൂറ്റാണ്ട് മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞ, അള്ളാഹു കൽപ്പിച്ചു കൊടുത്ത ആ അധമത്വം പേറി അപമാനം വൽ മസ്കന പതിത്വം പേറി അള്ളാഹുവിൻ്റെ കോപവും പേറി അവർ ജീവിച്ചു. എന്നിട്ട് അള്ളാഹു താല പറയുകയുണ്ടായി, അവരെപ്പോഴെങ്കിലും ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ഇല്ലാ ബിഹബ്ലിൻ മിനല്ലാഹി വഹബ്ലിൻ മിനന്നാസ്, അള്ളാഹു ചിലപ്പോൾ അവരുടെ നേരെ ഒന്ന് കണ്ണടയ്ക്കും. അപ്പോൾ മാത്രമേ അവർക്ക് അല്പശാന്തമായ സ്വസ്ഥമായ നിലനിൽപ്പുള്ളൂ. ഇസ്ലാമിക സമൂഹങ്ങൾ അവരുടെ നേരെ കാണിച്ച ദാക്ഷിണ്യം പലപ്പോഴും തുർക്കി ഭരണാധികാരികളൊക്കെ അള്ളാഹു അവരുടെ നേരെ കണ്ണടച്ചതാണ്. ആ നാളുകളിൽ അവർ സ്വസ്ഥമായി ജീവിച്ചിട്ടുണ്ട്. അല്ലാതെ അവർക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അന്തസ്സോടെ ജീവിക്കാനാവില്ലെന്ന് അള്ളാഹു വ്യക്തമാക്കിയത് ഇന്നും കാണുകയാണ് നമ്മൾ. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അന്തസ്സോടെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പം തീർത്ത് കളയാന്നും പറഞ്ഞിറങ്ങിയിട്ട് അമേരിക്കയോട് കെഞ്ചുകയാണ്. കാഴ്ചക്കാരനായി നോക്കി നിൽക്കാതെ നേരിട്ട് യുദ്ധത്തിന് വായെന്ന് പറഞ്ഞ് കെഞ്ചുകയാ. അള്ള പറഞ്ഞു, ഇവൻ എന്തെങ്കിലും നിലനിൽപ്പുണ്ടാകണമെങ്കിൽ അവൻ്റെ നിലനിൽപ്പില്ലാ ബിഹബ്ലിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ദയാദാക്ഷിണ്യത്തിൻ്റെ ഒരു പിടികയറിലാണ്. ഔ ഹബ്ലിൻ മിനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾ വിട്ടുകൊടുക്കുന്ന പിടികയറിലാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പിന്തുണയിലല്ലാതെ ഈ ജൂത സമൂഹത്തിന് നിലനിൽപ്പില്ല. അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രയേൽ ഇല്ല.
എന്ന് വളരെ കൃത്യമായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഇന്നലകളിൽ തങ്ങളുടെ ദൈവപുത്രനായി തങ്ങൾ മാനിക്കുന്ന സാക്ഷാൽ ശ്രീയേശുവിനെ കൊല ചെയ്യുക മാത്രമല്ല, അന്നും ഇന്നും സാക്ഷാൽ ശ്രീയേശു ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വ്യഭിചാരപുത്രനാണ്, ജാരസന്തതിയാണെന്ന് പ്രഖ്യാപിക്കുകയും ആ നിലപാട് ഇതുവരെയും തിരുത്തുകയും ചെയ്തിട്ടില്ലാത്ത ഒരു വൃത്തികെട്ട വർഗത്തിന് പിന്തുണ നൽകുന്ന സാക്ഷാൽ അമേരിക്ക ക്രിസ്ത്യാനിയല്ല. സാക്ഷാൽ അമേരിക്ക ക്രിസ്ത്യാനിയുമല്ല. ക്രൈസ്തവതയുടെ, ക്രിസ്തുവിൻ്റെ, ക്രിസ്ത്യാനിസത്തിൻ്റെ ശത്രുവായ അമേരിക്ക, അതും നമ്മൾ തിരിച്ചറിയണം. അവൻ ക്രൈസ്തവനുമല്ല, ഇവൻ യഥാർത്ഥ യഹൂദിയും അല്ല. യഹൂദരെന്ന് പറയുന്ന പ്രവാചകന്റെ പാരമ്പര്യത്തിലുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആരാൻ്റെ ഊരെ ചാരിയല്ലാതെ ഇവന് നിലനിൽപ്പില്ലെന്ന് അല്ല പറഞ്ഞത്. ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ ഇറാന് നേരെ മിസൈലുകൾ പായിച്ചുകൊണ്ട് ഈ ദുഷ്ടൻ തുടക്കമിട്ട ഈ ആക്രമമുണ്ടല്ലോ, അത് അവസാനം കൈവിട്ടു പോയ സ്ഥിതിയിലാണെന്നുള്ളത്. സ്വന്തം നിലയ്ക്ക് തങ്ങളുടെ രാജ്യത്ത് ഒരു ശക്തിക്കും ആക്രമിക്കാൻ കഴിയുകയില്ലെന്ന് വിചാരിച്ച് അയൺ ഡോം മിസൈലുകൾ സ്ഥാപിച്ചുകൊണ്ട് നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ്റെ സാക്ഷാൽ മൊസാദിൻ്റെ ആസ്ഥാനത്തടക്കം, അതുപോലെ തന്നെ അവൻ്റെ ടെല്ലവീവ് നഗരിയിലടക്കം, തലസ്ഥാന നഗരിയിലടക്കം മിസൈലുകൾ ഒന്നൊന്നായി പറന്നിറങ്ങി തകർന്ന് തവിടുപൊടിയായി 1.5 വർഷമായി സാക്ഷാൽ ഗസയെ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? സാക്ഷാൽ ഗസയിൽ നമ്മൾ കണ്ട 1.5 വർഷമായി ഗസയെ ആക്രമിച്ച് അവിടെ ഹമാസിനോടെന്നല്ലേ പറഞ്ഞത് യുദ്ധം ചെയ്തത്, പക്ഷെ കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും യുദ്ധം ചെയ്ത് 65,000 പേരെ ചുട്ടുകൊന്നപ്പോൾ ഗസയെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളെന്തോ, ആ ദൃശ്യങ്ങൾ ഇന്ന് ലോകചരിത്രം ഉണ്ടായതിന് ശേഷം, ഇസ്രായേൽ ഉണ്ടായതിന് ശേഷം ഇന്ന് ഇസ്രായേലിൽ കാണുകയാ. ഗസയിൽ കണ്ടത് ഇസ്രായേലിൽ കാണുകയാ. ഇപ്പറഞ്ഞ പ്രതിരോധമൊന്നും ഇവന് സാധ്യമാകുന്നില്ല എന്ന് വളരെ കൃത്യമായി തെളിയുമ്പോൾ അമേരിക്കയുടെ സഹായം തേടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗസയിൽ ആശുപത്രികൾ ഹമാസിനോടെന്ന് പറഞ്ഞിട്ട് ആശുപത്രികളിൽ ബോംബെറിഞ്ഞ് 1,00,000-ലധികം ജനതയെ കൊന്നിട്ട് പകതീരാഞ്ഞവർ ഇപ്പോൾ ബാക്കിയുള്ളവരെ പക്കിട്ടെണിക്കിട്ട് കൊല്ലുകയാണ്, അല്ലേ? ഫ്രീഡം ഫ്ലോട്ടില എന്ന് പറയുന്ന ഒരു കപ്പൽ ലോകത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ വന്നു. അവരെ എല്ലാവരെയും പിടിച്ച് തടവിലിട്ട് ഓരോരുത്തരെയായി നാട് കടത്തി. എത്രയോ ഭക്ഷ്യവസ്തുക്കളുമായി വന്ന ഭക്ഷ്യവസ്തുക്കൾ പാവം ജനത്തിന് തിന്നാൻ കൊടുക്കാതെ പട്ടിണിക്കിട്ടൊരു ജനതയെ കൊല്ലുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന പിശാചുക്കളായി ലോകം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫലസ്തീന മാത്രമല്ല, പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. ഇവരുടെ മുമ്പിൽ എന്തായുധമാണ്? 65,000 പേരെ കൊന്നു തീർത്തിട്ടും കീഴടങ്ങാത്ത ഒരു ജനതയുടെ ആത്മവീര്യമുണ്ടല്ലോ. ആ ആത്മവീര്യം ഈ പിശാചുക്കളുടെ അവസാന വിധിക്ക് വേണ്ടി അവരെ സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഈ സമൂഹത്തെ മുഴുവൻ അല്ലാഹു തആല ഒന്നിച്ചു കൊണ്ടുവരും. സൂറത്തുൽ ഇസ്രായിൽ പറയുന്നുണ്ട്, ഒന്നിച്ചു കൊണ്ടുവരും. ഈ ഇസ്രായേലി സമൂഹം ഇവരുടെ ആക്രമണം ഇന്നും ഫലസ്തീനോടല്ല, സിറിയ, ബെയ്റൂട്ട്, ലബനോൻ, യമൻ എല്ലാ രാജ്യങ്ങളും ആക്രമിച്ച് ഇപ്പോൾ ഇറാന്റെ നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഈ സമൂഹമുണ്ടല്ലോ, ഇവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൊണ്ടുവരും അന്ത്യനാളാകുമ്പോൾ എന്ന് സൂറത്തുൽ ഇസ്രാ പറയുന്നെങ്കിൽ, ഒരു 50 കൊല്ലം മുമ്പൊക്കെ ജൂതന്മാരുമായി മുസ്ലിം ലോകം യുദ്ധം ചെയ്യുമെന്ന ഹദീസ് പഠിക്കുമ്പോൾ ഞാനൊക്കെ ഒരു 30-35 കൊല്ലം മുമ്പ് ഈ ഹദീസ് മിഷ്കാത്തിൽ പഠിക്കുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, പടച്ചോനെ എങ്ങനെയാണ് ഇത് സാധ്യമാവുക? അല്ലെങ്കിൽ നമുക്കറിയാം, ഒരു 75 കൊല്ലം മുമ്പ് ആ ഹദീസ് വായിക്കുന്ന ഒരാൾക്ക് ഇസ്രയേലികളുമായി ആധുനിക മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? അല്ലെങ്കിൽ ജൂതന്മാരുമായി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവനൊരു സ്ഥലത്തുണ്ടാകണ്ടേ? അവനൊരു ശക്തിയല്ലേ? ലോകം മുഴുവൻ ചെതറി പരന്ന് കിടക്കുന്ന ഒരു സംഘം പോലും അല്ലാത്തവർ മുസ്ലിം ലോകത്തോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഘമായി അവർ വരണ്ടേ? അല്ല പറഞ്ഞു, ഖിയാമത്ത് നാളാകുമ്പോൾ അവരെ നാം ഒന്നായി കൊണ്ടുവരും. ഖുർആൻ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനമാകുമ്പോൾ ലാ തഖൂമു സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല, ഹത്താ യുഖാതുലൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിമീങ്ങൾ ജൂതന്മാരോട് ഏറ്റുമുട്ടുന്ന ആ കാലം വരുന്നത് വരെ. അങ്ങനെ
യഹൂദൻ മുസ്ലിമീങ്ങളുടെ വാൾത്തലപ്പുകളിൽ നിന്ന് രക്ഷയില്ലാതെ കല്ലുകളുടെയും മരങ്ങളുടെയും പിന്നിൽ പോയി ഒളിക്കുമ്പോൾ കല്ലിൻ്റെയും മരത്തിൻ്റെയും പിന്നിൽ പോയി അവൻ ഒളിക്കും. അങ്ങനെ ഒളിക്കുമ്പോൾ ആ കല്ലും മരവും വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. കല്ലും മണ്ണും സംസാരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കല്ലും മണ്ണും സംസാരിക്കുന്ന ഒരു കാലത്താണ് അല്ലേ? നമുക്കൊക്കെ അറിയാമല്ലോ, മൊബൈൽ ഫോണിലൊക്കെ സംസാരിക്കുന്നത് കല്ലും മണ്ണും മണൽ തരിയുമൊക്കെയാണ്. ആ യഥാർത്ഥത്തിൽ കല്ലും മണ്ണും സംസാരിക്കുന്ന ഒരു കാലം വരും. എന്നിട്ട് പറയും, യാ അബ്ദല്ലാ തആൽ, അള്ളാഹുവിൻ്റെ ദാസ വരൂ, വന്ന വറായി യഹൂദിയൻ, എൻ്റെ പുറകിൽ ഒരു ജൂതം മറഞ്ഞിരിപ്പുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഇസ്രായേൽ ആദ്യ ബോംബ് ഇറാനിൽ പതിപ്പിച്ചു. ഇറാനിലെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞന്മാർ, സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടു. എന്താ പ്രശ്നം? ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കും അത്രേ. ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം? ആറ്റം ബോംബ് ആർക്കും വേണ്ട, പാടില്ലാത്തതാണോ? ഇവൻ്റെ കയ്യിൽ 300 ആറ്റം ബോംബുണ്ട്. അവൻ പറയാ ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കുമെന്ന്. എന്താണ് അതിൻ്റെ കാരണം? ആകെയുള്ള ഇന്ന് ലോകത്ത് ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത് ആറ്റം ബോംബ് മതം മാത്രമാണ്. ജൂതമതം എന്ന് പറയുന്നത് ആശയതലത്തിൽ അതൊരു മതമേ അല്ലാതായി ആറ്റം ബോംബ് മതങ്ങളാണ്. ലോകത്ത് നിലനിൽക്കാനുള്ള ആകെയുള്ള ന്യായം ഞങ്ങളുടെ കയ്യിലുള്ള ആറ്റം ബോംബാണെന്ന് വിശ്വസിക്കുന്ന ഈ 2 ആറ്റം ബോംബ് മതങ്ങൾക്ക് ലോകത്തേതെങ്കിലും ഒരു രാജ്യം, ഇസ്ലാമിക രാജ്യം ആറ്റം ബോംബ് ഉണ്ടാക്കിയാൽ അത് നിലനിൽക്കുന്നതിന് ഭീഷണിയാണെന്ന് വിചാരിച്ചിട്ടാ ഇറാഖിനെ കൂട്ടനശീകരണായുധത്തിൻ്റെ പേര് പറഞ്ഞ് തകർത്തത് അല്ലേ? ഇറാഖിൽ എന്നിട്ട് ഒരു ആയുധവും കണ്ടെത്തിയോ? ഞങ്ങൾ വെറുതെ കള്ളം പറഞ്ഞാന്ന് പുറകെ പറഞ്ഞു. ഒരു മുസ്ലിം രാജ്യത്തും ആയുധം പാടില്ല. ഞങ്ങൾക്ക് 1000 ആറ്റം ബോംബാകാം. ഇറാനിന് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുക, ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുകയാ. ന്യായം വേറൊന്നുമില്ല. ഞങ്ങൾക്കുള്ള ആറ്റം ബോംബ് കൊണ്ട് വ്യാപിക്കുന്ന ഈ മതം, ആറ്റം ബോംബ് മതങ്ങൾ ആയ ഞങ്ങൾക്ക് ഒരാറ്റം ബോംബ് അപ്പുറത്ത് വന്നാൽ അതൊരു ഭീഷണിയാകുമെന്ന് മാത്രം ഭയന്നിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകം മുഴുവൻ ജൂതായിസം വ്യാപിപ്പിക്കാനുള്ള ഇവരുടെ ന്യായം. ഈ ബോംബിട്ട അന്നത്തെ പകൽ ഇസ്രായേൽ പ്രസിഡന്റ് നരബോജി നെതന്യാഹു ജെറുസലേമിലെ വിലാപമതിൽ സന്ദർശിച്ച ഒരു ബൈബിൾ വാക്യം പറഞ്ഞു. സാങ്ക്യ പുസ്തകത്തിലെ 23-24 അവൻ സിംഹം പോലെ എഴുന്നേൽക്കുമെന്ന വചനം പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ മതപരമായ പ്രചോദനത്തിൻ്റെ പേരിൽ ജൂതാധിപത്യം ലോകത്തിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിലാണ് താനെന്ന് ഗസ്സയെ ഒരാക്രമണത്തിൻ്റെ പേര് പറഞ്ഞ് അവരുടെ ആക്രമണശേഷിയെല്ലാം നഷ്ടപ്പെട്ടിട്ടും ആക്രമം അവസാനിപ്പിക്കാതെ 65,000 പേരെ കൊന്ന, അതിനുശേഷമുള്ളവരെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഇവർക്ക് ഗസ്സയുടെ ഭീഷണി ഒഴിഞ്ഞു എന്നവർ വിചാരിക്കുമ്പോൾ ഇനി അവർ ഉന്നം വയ്ക്കുന്ന അവൻ സിംഹം പോലെ എഴുന്നേൽക്കുമെന്ന് അവർ വിശ്വസിക്കുന്ന സോളമൻ ചക്രവർത്തിയുടെ ആ ലോകരാജ്യം അത് വ്യാപിച്ച് കിടക്കുകയാണ്. അറബ് നാടുകളിലേക്ക് വ്യാപിക്കുന്ന, ലോകത്താകമാനം ജൂതാധിപത്യത്തിലേക്ക് കൊണ്ടുവരുന്ന മിശിഹയെ പ്രതീക്ഷിക്കുന്ന അവർ, അതിനുവേണ്ടി അവർ ഉദ്ധരിക്കുന്ന ആ വാചകം വിലാപമതിലിൽ പോയി ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മഹാദുഷ്ടൻ ഇറാൻ്റെ നേരെ ആക്രമണം അഴിച്ചു വിട്ടത്. ഇത് ന്യായമാണോ അന്യായമാണോ എന്ന് ചർച്ച ചെയ്യുന്ന മധ്യേഷ്യൻ വിശാരദന്മാർ ചിന്തിക്കണം. എന്തെങ്കിലും ഭീഷണിയാണോ ഇസ്രയേലിൻ്റെ മുമ്പിലുള്ളത്? ഇസ്രയേലിന് അവൻ്റെ മതരാഷ്ട്രം സ്ഥാപിക്കുക. ഇവിടെ ഇന്ത്യയിൽ മതരാഷ്ട്രം സ്ഥാപിതമാകുമ്പോൾ, മതരാഷ്ട്രം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കെ പ്രധാനമന്ത്രി കർമ്മിയായി മാറുമ്പോൾ, ഇസ്രയേലിൽ മതജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെടുമ്പോൾ, ഇവിടെ ഇതുവരെ ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രം വേണമെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു സംഘടന മതരാഷ്ട്രവാദികളാണെന്നുള്ള നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ചർച്ച. ഓക്കെ, നമ്മളാരും മതരാഷ്ട്രം പറഞ്ഞിട്ടില്ല. ഒരു സംഘടനയുടെ മതരാഷ്ട്രം സ്വതന്ത്ര ഇന്ത്യയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ടും ഒരു തെറ്റിലും ഒരു ക്രിമിനൽ കേസിലും പിടിക്കപ്പെടാത്ത ഒരു സംഘടന, ആ സംഘടനയോട് ആശയപരമായി വിയോജിച്ചോട്ടെ, നമ്മളതിനെതിരല്ല. പക്ഷെ ഇല്ലാത്ത മതരാഷ്ട്രവാദം കേരളത്തിൽ പോലും മുസ്ലിം സമുദായത്തിൻ്റെ തലയിൽ ആരോപിക്കുമ്പോൾ ലോകം മുഴുവൻ ഒരു മതരാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ആയുധം കൊണ്ട് വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേലിനെതിരിൽ മിണ്ടാത്ത ഈ സമൂഹങ്ങളെ എന്താ പറയേണ്ടത്? അവരുടെ എല്ലാം ഉന്നം ഇസ്ലാം മാത്രമാണെന്നറിയണം. അവർ പ്രതീക്ഷിക്കുന്ന മസീഹുൽ മുന്തദിർ, പ്രതീക്ഷിക്കുന്ന വാഗ്ദത്ത മസീഹിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സുലൈമാൻ നബിക്കുണ്ടായിരുന്ന ലോകാധികാരം തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ അവർ വിലാപമതിലിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം അവരുടെ കീഴിലാകും മസീഹ് വരുമ്പമെന്ന് വിശ്വസിച്ച് ലോകത്ത് ചാരവല വിരിച്ചെല്ലാ കുതന്ത്രങ്ങളും പയറ്റി ഏത് ചതിയും അക്രമവും നടത്തി
ലോകം വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ഈ മഹാദുഷ്ടശക്തികളെല്ലാം സാങ്കേതിക വിദ്യയും അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ അവരുടെ സ്വപ്നം കാണുന്ന വിശാല ഇസ്രയേൽ, ജസീറത്തുൽ അറബ്, ഹിജാസിലൂടെ പോലും കടന്നു പോകുന്ന ആ ലക്ഷ്യം നേടാൻ വേണ്ടി ഇനി അവർക്ക് ഭീഷണിയാകുമെന്ന് അവർ വിചാരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യമാണത്. എന്താ ഒറ്റ കാരണം കൊണ്ട് ആ ഭീഷണി പോലും തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഈ സമുദായം പഠിക്കണം. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഭിന്നതയെ മുതലെടുത്ത ഇസ്ലാമിക സമൂഹത്തെ ഈ ഇറാനും ഇറാഖുമായി, ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഇറാഖുമായി 10 കൊല്ലം യുദ്ധം ചെയ്ത്, ഇറാഖിലെ സദ്ദാം ഹുസൈനോട് അമേരിക്ക പറഞ്ഞു ഇറാനെ തകർക്കണം, ഇല്ലെങ്കിൽ സുന്നികളെ ഷിയ രാഷ്ട്രം തകർക്കുമെന്ന്. 10 കൊല്ലം നിന്ന് യുദ്ധം ചെയ്തു, തമ്മിലടിപ്പിച്ച് ശക്തി തകർത്തു. അവസാനം അതേ സദ്ദാം ഹുസൈനെ ആ കൽപ്പന കൊടുത്ത അമേരിക്ക തന്നെ നശിപ്പിച്ചില്ലേ? പഠിക്കുന്നുണ്ടോ ഈ സമുദായം ഇന്നും? ഇപ്പോൾ സാക്ഷാൽ ഇറാൻ്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഇസ്ലാമിക ലോകത്തെ തകർത്തേ അടങ്ങൂ എന്ന വാശിയുമായി പോകുമ്പോൾ ഇവരുടെ ഈ പദ്ധതികളിലൂടെ ഇവർ വിജയിക്കുമെന്നാണ് ഇവർ കരുതുന്നതെങ്കിൽ ഇവരൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാം വരിക തന്നെ ചെയ്യും, അതെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അത് ജൂതനെ രക്ഷിക്കാനായിരിക്കില്ല. ഈസാ നബി അലൈഹി സ്വലാം വരുമ്പോൾ അവർ വ്യഭിചാരപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈസാ നബിയുടെ ആഗമനം അവരുടെ മഹാദുരന്തമായി പരിണമിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വല്ലദീ നഫ്സി ബിയദിഹി ലയൂഷിക്കന്ന അൻ യുൻസില ഫീകും ഇബ്നു മറിയം ഹക്കമൻ മുഖ്സിത്ത. നീതിമാനായ ഭരണകർത്താവായി മറിയമിൻ്റെ പുത്രൻ ഈസ വരുന്ന കാലം സമീപിച്ചിരിക്കുന്നു. വയഖ്തുലുൽ ഖൻസീർ, അദ്ദേഹം കുരിശ് തകർക്കും. അദ്ദേഹം കുരിശ് തകർക്കും, നാമല്ല. പന്നികളെ കൊന്നുകൂട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, വയളഉൽ ജിസിയ എടുത്തു കളയും. വയുഫീദുൽ മാലു ഹത്താ ലാ യഖ്ബലുഹു അഹദുൻ, ആരും സ്വീകരിക്കാനില്ലാത്ത ആകുന്ന വിധം പണമൊഴുകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അവസാനം ദജ്ജാൽ വരും. ദജ്ജാൽ ഇവരെ രക്ഷിക്കുന്ന വിമോചകനാണെന്നാണ് ഈ ദുഷ്ടന്മാരുടെ കണക്ക് കൂട്ടൽ. അതിനുവേണ്ടി അയാൾക്ക് വേണ്ടി സന്നാഹങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, യത്തബിഉ ദജ്ജാല മിൻ യഹൂദ ഇസ്ഫഹാൻ, ഇറാനിലെ ജൂതന്മാരിൽ 70,000 പേർ ദജ്ജാലിൻ്റെ പുറകെ ഉണ്ടാകും. ഇറാനിലെ ജൂതന്മാർ. അലൈഹിമുത്തയാലിസ, അവരുടെ മേൽ നീളൻ വരെയുള്ള നല്ല ഓവർകോട്ടുകൾ ഉണ്ടാകും. ഇപ്പോൾ ഓവർകോട്ട് സംസ്കാരമാണല്ലോ, ഓവർകോട്ട് സംസ്കാരം. ഓവർകോട്ടിട്ട ചെറിയ ചെറിയ ആളുകളായിരിക്കില്ല, വലിയ പ്രൊഫഷണലുകൾ, വലിയ വലിയ ബിസിനസ്സുകാർ, ലോക ബിസിനസ്സുകാരെല്ലാം, എല്ലാ സമുദായത്തിലും പെട്ട ലോക ബിസിനസ്സുകാരെല്ലാം ദജ്ജാലിൻ്റെ പുറകെ ഉണ്ടാകും ഓവർകോട്ട് വിട്ട്. ഇറാനിൽ നിന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഇസ്രയേലിലെ ലുദ് എന്ന സ്ഥലത്ത് വെച്ചാണ് ദജ്ജാൽ വധിക്കപ്പെടുക എന്ന ഹദീസിലുണ്ട്. ലുദ് ഇന്ന് ഇസ്രയേലിലെ ബെൻഗേറിയൻ വിമാനത്താവള എയർപോർട്ടാ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലാണ് വന്നിറങ്ങുന്നത്. മനസ്സിലായില്ലേ? അവിടെ സന്നാഹങ്ങൾ ഒരുക്കി അവൻ കാത്തിരിക്കുകയാ. പക്ഷേ അന്ന് ലോകം മുഴുവൻ എതിരാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കല്ലും മണ്ണും മരവും പോലും അവനെതിരായി അവന് പ്രൊട്ടക്ഷൻ നൽകുന്ന അമേരിക്കയാണ് ഇന്ന് അവനെ നിലനിർത്തുന്നതെങ്കിൽ അവനെ നിലനിർത്താൻ ആരുമില്ലാത്തൊരു കാലം വരുമെന്നും ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത്. അഥവാ മധ്യേഷ്യ പുകയുമ്പോൾ, ഗസ ഒരു ശവപ്പറമ്പായി മാറുമ്പോൾ, ഇറാന് നേരെ ജൂതപരീക്ഷകൾ ബോംബയക്കുമ്പോൾ ഇസ്രായേലിൻ്റെ നെഞ്ചകം ഇപ്പോഴും കത്തുന്നുണ്ട്. കാരണം അമേരിക്ക എന്ന് പറയുന്ന കൂട്ടാളിയില്ലെങ്കിൽ അവന് നിലനിൽപ്പില്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണത്. കൂട്ടാളിയില്ലാതെ ഇസ്രായേലിന് നിലനിൽപ്പില്ല. അതെത്രയോ വട്ടം തെളിയിച്ചതാണ്. ലോകത്തുള്ള മുഴുവൻ സൈനിക ശക്തിയും മരവിപ്പിക്കുകയാണ് ഇസ്ലാമിക രാജ്യത്ത്. ഒരായുധം ഉണ്ടാക്കിക്കൂടാ. എല്ലാ ശക്തിയും ആയുധവും ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് നൽകുകയാണ്. ഇങ്ങനെ ഒരു ലോകക്രമത്തിൽ ഇറാൻ അല്ലെങ്കിൽ ഫലസ്തീൻ തോൽക്കുന്നു എന്ന് പറയുന്നവന് നാണമില്ലേ? എല്ലാ ആയുധവും തടഞ്ഞു വെച്ചിട്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം അല്ലാഹ് പറയുന്നു. ഇവിടെ ക്രൈസ്തവരായ അമേരിക്ക ഇവർക്ക് സഹായികളാണ്. ഇവിടെ പഠിക്കേണ്ട പാഠം യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ ലാ തത്തഖിദുൽ യഹൂദ വൻ നസാറ ഔലിയ,
ജൂതനസാറാക്കളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. ജൂതനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. എന്തെന്നറിയോ? ബഅ്ളുഹും ഔലിയാഉ ബഅ്ൾ, അവർ ഒരു ചിലർ മറ്റൊരു ചിലർക്ക് പരസ്പരം സഹായികളായിരിക്കും എന്നും. ചില ആളുകൾ ഇത് വലിയ വിമർശന, ഖുർആനിൽ നിങ്ങളുടെ അള്ളാഹ് അങ്ങനെ പറഞ്ഞില്ലേ എന്ന്. ഞങ്ങളുടെ അള്ളാഹ് അങ്ങനെ പറഞ്ഞതാണ് കൊണ്ടാണ് ഖുർആൻ സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അന്നും അത് ശരിയാണ്, ഇന്നും അത് ശരിയാണ്. കാരണം സ്വന്തം ദൈവത്തെ വ്യഭിചാരപുത്രൻ എന്ന് വിളിക്കുന്നവന് പോലും കൂട്ടുനിൽക്കാൻ ക്രിസ്ത്യാനിക്ക് മടിയുണ്ടോ? അവനുമായി കൂട്ടുചേരാൻ ജൂതന് മടിയുണ്ടോ? അവരെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കാൻ പോകരുത്, സഹകരിക്കരുത് എന്നൊന്നും അല്ല പറഞ്ഞു. ഉറ്റമിത്രങ്ങളാക്കരുത്. മുസ്ലിം ഉമ്മത്തിന് പിഴച്ചത് അവിടെയാണ്. താക്കോൽ സ്ഥാനങ്ങളിൽ ഉറ്റമിത്രങ്ങളായി അവനെ വെച്ചപ്പോൾ, അതുകൊണ്ടൊരു കാര്യം നമ്മൾ ഓർക്കുക, ഈ ജൂതനോട് നമുക്ക് വെറുപ്പുണ്ടാകേണ്ടത് അവൻ്റെ കൊള്ളരുതായികളുടെ പേരിലാണ്. ജൂതനോടോ രാജ്യത്തോടോ ജൂതായുസത്തോടോ മാത്രമല്ല, ഈ ഉമ്മത്ത് ജൂതായുസത്തെ പിൻപറ്റുന്നതിൽ നിന്ന് പുറകോട്ട് പോകണം. റസൂലുള്ളാഹി പറഞ്ഞു, ലതത്തബിഅന്ന സുനന മൻ ഖബലക്കും, നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ ചര്യകളെ പിൻപറ്റുക തന്നെ ചെയ്യും. ഹദുവൽ നഅലി ബിൻ നഅൽ, ചെരുപ്പുകൾ പരസ്പരം ചേരും പോലെ. ഹത്താ ലൗ ദഖലു ജുഹറ ലബ്ബിൻ ലദഖൽതുമുഹു, ഒരു ഉളുമ്പിൻ്റെ മാളത്തിലേക്ക് അവർ പോയി കയറിയാൽ നിങ്ങളും അതിൻ്റെ പുറകെ പോകും. എന്തിന് കയറിയെന്ന് പോലും ചിന്തിക്കില്ല. ഖാലു യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു, നബിയെ അവരാരാണ്? അൽ യഹൂദു വൻ നസാറ, ജൂതനസാറാക്കളെ കുറിച്ചാണോ പറഞ്ഞത്? ഖാല ഫമൻ, പിന്നെ അല്ലാതെ ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിൽ അവരെ പിൻപറ്റുന്ന ഈ പ്രവണതകൾ നമ്മൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിരോധം. മുസ്ലിം ഉമ്മത്തിനെ യഹൂദികളുടെ ഏറ്റവും വലിയ കൊള്ളരുതായിക, അവരുടെ കള്ളിലും പെണ്ണിലും സ്വവർഗരതിയിലും പലിശയിലും കൊലപാതകത്തിലും കൊള്ളയിലും നേതൃത്വം നൽകുന്ന അവരുടെ എല്ലാ സ്വഭാവങ്ങളും, ഒപ്പം അവരുടെ തമ്മിലടി, പരസ്പര ശത്രുത, അസൂയ, അനൈക്യം, അതും നമ്മൾ പിൻപറ്റുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇസ്ലാമിക ലോകത്തെ ഈ തമ്മിലടി അവസാനിപ്പിച്ച്, ഇസ്രയേലിനെ വെറുത്താൽ പോരാ, ജൂത ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചാലും പോരാ, ജൂത സ്വഭാവങ്ങളെ അഥവാ അനൈക്യവും തമ്മിലടിയും അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്കെതിരിൽ മുസ്ലിമീങ്ങളെ കൊണ്ട് തന്നെ പറയിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടത് ഒരു മതസംഘടനയാണ് എന്ന് യഹൂദ സുന്നി പ്രഖ്യാപിച്ചിരിക്കുന്നു. ജൂത സുന്നി. വേറൊരിടത്ത് ജൂത സലഫി പ്രഖ്യാപിക്കുന്നു, ഒരു സംഘടനയാണ് ഇന്ത്യക്ക് ഭീഷണി, അവനെ പുറത്താക്കി വെച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് രാജ്യം ഭരിക്കുന്ന ഒരു ശത്രുവല്ല, മറ്റാരും ഞങ്ങൾക്ക് ഭീഷണിയല്ല, ഞങ്ങൾക്ക് ഭീഷണി ഒരു മതസംഘടന മാത്രമാണ് എന്ന് യഹൂദ സുന്നിയും സയണിസ്റ്റ് സലഫിയും കേരളത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നാം യഹൂദിയായി മാറിയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. അഥവാ ഇന്ന് നടക്കുന്ന പോരാട്ടം ഇറാനികളായ നമ്മളും, മനസ്സിലായില്ലേ, ഇസ്രായേലികളായ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഇറാനികളായ മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടം, ഇത് മുസ്ലിങ്ങൾ തമ്മിലുള്ള പോരാട്ടം ഇന്ന് നടക്കണം ഇവിടെ. കാരണം നാം പച്ച ജൂതനായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഹാഭൂരിപക്ഷവും. നമ്മുടെ കയ്യിൽ ജൂതൻ്റെതല്ലാത്തതൊന്നുമില്ല. നമ്മുടെ രൂപഭാവങ്ങളിൽ, വേഷഭൂഷാദികളിൽ, നമ്മുടെ സംസ്കാര സമീപനങ്ങളിലെല്ലാം, നമ്മുടെ കല്യാണങ്ങളിൽ, നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ ഒക്കെ പലിശ, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ അതിർവരമ്പില്ലായിക, സ്വവർഗരതി, കള്ള് ഒക്കെ ഈ സമുദായം ജൂതൻ പ്രചരിപ്പിച്ചപ്പോൾ അതിൻ്റെ പുറകെ പോകുന്നെങ്കിൽ നാമും ജൂതനാണ്. ഇപ്പം നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഇസ്രയേലി മുസ്ലിമീങ്ങളും ജൂത മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ ഇറാനി മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടം, രണ്ടും മുസ്ലിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും. അതുകൊണ്ട് നാം ജൂതനെ ആത്മാർത്ഥമായി വെറുക്കുന്നുണ്ടെങ്കിൽ നാം ഈ ജൂതൻ്റെ കൊള്ളരുതായികകളെ വെറുക്കുക, എന്നിട്ട് അതിൽ നാം തിരിച്ചു നടക്കുക. അതുമാത്രമാണ് ഉമ്മത്തിൻ്റെ മോചനത്തിൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു പോംവഴി എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും നമ്മുടെ മുമ്പിൽ കാട്ടിത്തരുന്ന വ്യക്തമായ പ്രവചനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടെ